Yes, welcome back to Disha Banking Exams channel. So again, we are back with some error spotting ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും വേണ്ടി പോകുന്നത് എക്സാമിന് ഒരുപക്ഷെ കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാവുന്ന ട്രിക്കി ആയിട്ടുള്ള ഏതാനും ചില എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളാണ്. അപ്പം ഇത് എറർ ഡിറ്റക്ഷന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ സ്പെസിഫിക്കലി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളാണ്. അതായത് കുറച്ചും കൂടി വേർഡി ആയിട്ടുള്ള എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ എറേഴ്സ് പ്രസന്റ് ആയിട്ടുള്ള തരം എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങൾ. അപ്പം അത്തരം ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഒരുമിച്ച് നേരിടാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്, സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഗെറ്റ് യുവർ നോട്ട്ബുക്ക് ആൻഡ് പെൻ റെഡി. നമുക്ക് കൂടുതൽ ധൃതിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വായിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൂടെ വായിക്കാം. She was disappointed when she discovered that her favorite book has been lost in the mall. And she wasn't able to get a replacement before the event. ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവമായി പോയി അല്ലേ? അവൾ എന്താ പറഞ്ഞ, അവളുടെ ബുക്ക്, ഫേവറേറ്റ് ബുക്ക് മോളിൽ വെച്ച് നഷ്ടപ്പെടുക മാത്രമല്ല, ആ ഈവന്റിന് മുന്നേ കറക്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കണ്ടെത്താനും അവൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ? സോ സാഡ്. യെസ്. അപ്പൊ ഇതിനകത്ത് ഏത് ഭാഗത്താണ് എറർ നോക്കാം. ഷി വാസ് ഡിസപ്പോയിന്റഡ്. അപ്പൊ ഇത് ക്ലോസ്ലി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ സീ എ സീക്വൻസ് ഓഫ് ഈവന്റ്സ് അല്ലേ? കുറെ ഭൂതകാല പ്രവർത്തനങ്ങളുടെ ഒരു സീക്വൻസ് കാണാൻ പറ്റും. നോക്കൂ, ഷീ വാസ് ഡിസപ്പോയിന്റഡ്. അവൾ ഡിസപ്പോയിന്റഡ് ആകപ്പെട്ടു. എപ്പോൾ? when she discovered that her favorite book has been lost in the mall. അപ്പൊ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അത് മാളിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന കാര്യം അവള് കണ്ടെത്തിയപ്പോഴാണ് അവൾ ഡിസപ്പോയിന്റഡ് ആയി മാറിയത്. നോക്കൂ, എപ്പോൾ എന്ന് കാണിക്കാൻ വെൻ ഇസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ സമയം കൃത്യമായിട്ട് കാണിക്കാനാണ് എന്ത് വെൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ സബോർഡിനേറ്റ് കൺജങ്ഷൻ. ഇപ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. ഷീ ഡിസ്കവേർഡ്. ഓക്കെ, അപ്പം ഇതില് കുറെ ആക്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് പാസ്റ്റ് ആക്ഷൻ ഏതാ? ഫസ്റ്റ് ആക്ഷൻ ഏതാ? ദ ലോസ് ഓഫ് എ ബുക്ക്. അവളുടെ ബുക്ക് നഷ്ടപ്പെട്ടതാണ് ആദ്യത്തെ ആക്ഷൻ. ബുക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ ആ ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ അവൾ ഡിസപ്പോയിന്റഡ് ആയി മാറുകയുള്ളൂ അല്ലെ? അപ്പൊ സെക്കൻഡ് ആക്ഷൻ ആണെന്ത്? ഈ നഷ്ടപ്പെട്ട കാര്യം അവൾ കണ്ടുപിടിച്ചു എന്നുള്ളത്. ഡിസ്കവേർഡ് അല്ലെ? ഷീ ഡിസ്കവേർഡ്. ഇത് സെക്കൻഡ് ആക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, എടാ ഭൂതകാലത്ത് നടന്ന രണ്ട് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പ്രവർത്തനം മസ്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാന്നിരിക്കട്ടെ. ആദ്യത്തെ കാര്യത്തെ ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. രണ്ടാമത്തതിനെ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. സിമ്പിൾ പാസ്റ്റ്, അതായത് സബ്ജക്ട് പ്ലസ് V2 എന്ന ഫോർമാറ്റിലെ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ആദ്യത്തെ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നേരായിട്ട് ഒരു സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ, അതായത് ആക്റ്റീവിൽ പറയുമ്പോൾ അതിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പം ഹാഡ് അവിടെ വരണം. പക്ഷെ ഈ രണ്ടാമത്തെ കാര്യം സ്പെസിഫൈ ചെയ്യുന്നിടത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ ആരാണ് ഇരിക്കുന്നത്? ഹാസ് ആണ്. പാടില്ല. ഹാഡ് അല്ലേ വരിക? ഹാസ് വരുവോ? ഇല്ല. ഓക്കെ, കാരണം ഹാസും ഹാവ് എവിടെ വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെൻസിലാണ്. അതെന്തിനാ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്? അതായത് ഭൂതകാലത്ത് ഒരു കാര്യം നടന്നു, അതിന്റെ റിസൾട്ട് വർത്തമാന കാലത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് പ്രസന്റ് പെർഫെക്റ്റ് പറയുക. പക്ഷെ ഇവിടെ കുറച്ചും കൂടി നല്ലത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കാരണം ഇത് കുറച്ചും കൂടി പഴകിയ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ബീൻ വന്നു, നമുക്കറിയാം ബീന് വന്നതെങ്കിൽ അതെന്താണ്? തലതിരിച്ചു പറയുന്ന പാസീവിന്റെ സ്ട്രക്ചർ ആണ്. പാസീവ്. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് എന്ത് പാസീവ് ചെയ്യാം. ഒബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് ബീന് പ്ലസ് V3 ആണ്. അപ്പൊ ബീൻ ഓൾറെഡി ഉണ്ട്. നാസ് മാറ്റിയിട്ട് അവിടെ എന്തിട്ടാ മതി? ആഡ് ഇടുക. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയി. അപ്പം സെന്റൻസിന്റെ എറർ ഒളിഞ്ഞു കിടക്കുന്നത് എവിടെയാണ്? ബി പാർട്ടിലാണ്. അപ്പം ഹാസ് അല്ല ഹാഡ് വരും. ഫോർ എക്സാമ്പിൾ, കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ വരയ്ക്കാം. ഇത് പാസ്റ്റ് ആണെന്ന് ചിന്തിക്കുക. ഒരു പ്രവർത്തനം ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അതിന് മുന്നേ, ഇത് സംഭവിക്കുന്നതിന് ഓൾറെഡി മുന്നേ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, അവൾ കണ്ടെത്തി, അത് രണ്ടാമത്തെ കാര്യമാണ്. അതിന് മുന്നേ അവളുടെ ബുക്ക് നഷ്ടപ്പെട്ടിരുന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരിക്കുന്നു.
ഓക്കെ, ഇവിടെ നോക്കൂ, ഷീ വാസന്റ് ഏബിൾ ടു ഗെറ്റ് എ റീപ്ലേസ്മെന്റ് ബിഫോർ ദി ഇവന്റ്. ബിഫോർ ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. യെസ്, അപ്പം ബാക്കി മേഖലകളിലൊന്നും തെറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. The teacher informed the class that they will be conducting a surprise test. എന്തിന്? To assess the progress of the students. Okay, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു യൂണിറ്റ് കാണുന്നുണ്ട് അല്ലെ, 2 + V1. ഇതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെ? ഈ സ്ട്രക്ചറിനെ നമ്മൾ ഇൻഫിനിറ്റീവ് എന്നാണ് വിളിക്കുക. ഇൻഫിനിറ്റീവ്. ഇപ്പൊ ഇൻഫിനിറ്റീവിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തൊക്കെ ഉപയോഗിക്കും. നമ്മുടെ ഉദ്ദേശം കാണിക്കാൻ ഉപയോഗിക്കും. ഇവിടെ എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ടു അസസ് ചെയ്യുക, വിലയിരുത്തുക എത്രത്തോളം ഉണ്ട് കുട്ടികളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ്, എത്രത്തോളം അവർ മുന്നോട്ട് പോയി കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഐ വെന്റ് ടു ദ സ്റ്റോർ ടു ബൈ സം ആപ്പിൾസ്. ഞാൻ സ്റ്റോറിലേക്ക് പോയി എന്തിനാണ്? കുറച്ച് ആപ്പിൾസ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. എന്റെ പോക്കറ്റിന്റെ ഉദ്ദേശം എന്താണ്? കുറച്ച് ആപ്പിൾസ് വാങ്ങുക. അത് കാണിക്കാൻ എന്താണ്? ടു ബൈ, 2 + ബൈ കണ്ടോ, P1. ഓക്കെ, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി, ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. നോക്കൂ, ദ ടീച്ചർ ഇൻഫോംഡ്, ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കും റിപ്പോർട്ടഡ് ക്ലോസ്. റിപ്പോർട്ടഡ് ക്ലോസ്. ഓക്കെ, ഈ ഇൻഫോംഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഇൻഫോംഡ് എന്താണ്? നമ്മളവ എന്ത് വിളിക്കൂടാ? റിപ്പോർട്ടിംഗ് വെർബ്. നോക്കൂ, ഈ റിപ്പോർട്ടിംഗ് വെർബ്, അപ്പൊ അതിനുശേഷം ഈ ദാറ്റിൽ, ഇതിനാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിന്റെ ഉള്ളിലെ കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ആണ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദാറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ദാറ്റ് ഉൾപ്പെട്ട ഈ മേഖലകളാണെന്ത്? റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നത്. എന്താണ്? റിപ്പോർട്ടഡ് ക്ലോസ്. അപ്പൊ അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കണ്ടന്റ് ആണ് എന്ത്? റിപ്പോർട്ടഡ് ക്ലോസിൽ വരിക. അപ്പൊ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടി, റിപ്പോർട്ടിംഗ് ക്ലോസും റിപ്പോർട്ടഡ് ക്ലോസും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിപ്പോർട്ടിംഗ് വെർബ് ഏത് ഫോമിലാണ് ഉള്ളത്? V2 ഫോമിലല്ല, അതായത് പാസ്റ്റ് ഫോമിലാണ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന റിപ്പോർട്ടഡ് ക്ലോസിലെ വെർബ് രൂപവും, അതായത് ക്രിയാരൂപവും പാസ്റ്റ് ആവണ്ടേ, എന്നാലേ ന്യായമാകത്തുള്ളൂ. തുടങ്ങിയത് പാസ്റ്റിലാണല്ലോ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണല്ലോ. സോ ദ റിപ്പോർട്ടിംഗ് ക്ലോസിലെ വെർബ് ഫോം ഷുഡ് ഓൾസോ ബി പാസ്റ്റ്. അപ്പൊ ഇവിടെ വില്ല് വരില്ല, വില്ല് എന്താകൂടാ? വുഡ് ആകും. ഓക്കെ, യെസ്, വില്ല് എന്താവും? വുഡ് ആകും. അപ്പൊ അതിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. അതിന്റെ ഒരു പാരലിസം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ചും കൂടി വലിപ്പമുള്ള വേർഡി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞിരുന്നല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ പേർപ്പസ്ഫുള്ളി എടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യമേ പറയട്ടെ, ഒറ്റൊരു തെറ്റല്ല ഇതിലുള്ളത്, മൾട്ടിപ്പിൾ എറേഴ്സ് ഉണ്ട്. അപ്പൊ ചെറിയൊരു സമയം തരാം, നിങ്ങളൊന്ന് വായിച്ചേ. Yes, the Union government to work on guidelines to regulate speech on social media. Supreme Court of India seeking to empower and execute. ഓക്കെ, അപ്പം വായിക്കുമ്പോൾ തന്നെ ഒരുപാട് എറേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് എന്തും അല്ലെ, നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് ആർക്കും എന്തും എവിടെയും വിളിച്ച് പറയാമെന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അല്ലെ. ഡെറോഗേറ്ററി കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നവമാധ്യമങ്ങളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ ഈ സുപ്രീം കോർട്ട് ആർക്ക് അധികാരം കൊടുക്കുകയാണ്? യൂണിയൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുകയാണ്. അപ്പം അത്തരം ഒരു കുറച്ച് എക്സ്ട്രാ പവേഴ്സ് കൊടുക്കുന്ന അത്തരം ഒരു നടപടിയെ ഈ വിമർശിക്കുന്ന ഒരു പാസേജ് ആണ് എന്ത്? ഇത്. അപ്പം ആ പാസേജിന്റെ കോണ്ടന്റ് നമുക്ക് മനസ്സിലായി. നമുക്ക് ഓരോ നോക്കാം. നോക്കൂ, ഇൻ ഏർജിങ്. നോക്കൂ, ഇൻ ഏർജിങ്. ഏർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യാന്നാണ് കേട്ടോ, ടു ഫോഴ്സ് എന്നാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ ഇന്നിന് ശേഷം ING ആണ്. ഇന്ന്, അറ്റ്, അതുപോലെ തന്നെ എബൌട്ട്, ഓഫ്, ഇതിന് ശേഷം എന്താണ്? ING ഫോം ആണ് സാധാരണ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ്. ഇൻ ഏർജിങ് ദ യൂണിയൻ ഗവൺമെന്റ് എന്തിന്? ടു വർക്ക് ഓൺ. ഓൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊരു എബൌട്ട് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. എബൌട്ട്, ഒന്നിന്റെ മേലെ വർക്ക് ചെയ്യുക. ടു വർക്ക് ഓൺ ഗൈഡ് ലൈൻസ്. എന്തിന്? ടു റെഗുലേറ്റ് സ്പീച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം റെഗുലേറ്റ് ചെയ്യാൻ. എവിടുത്തെ? ഓൺ സോഷ്യൽ മീഡിയ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. യെസ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ is seeking. യെസ്, നോക്കിയേ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഇവിടെ ചെറിയൊരു തെറ്റാന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ.
അല്ലെ? യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഒരെണ്ണം മാത്രമല്ലേ സുപ്രീം കോർട്ട് ഉള്ളൂ? ഹൈക്കോടതികൾ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ പലതരമുണ്ട്. ദർ ഇസ് ഓൺലി വൺ സുപ്രീം കോർട്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷില് ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കൃത്യമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സുപ്രീം കോർട്ട് യുണീക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം? ദ വേണം. ഈസ് സീക്കിംഗ് ടു എംപവർ, ശക്തിപ്പെടുത്തുക. എംപവറിന്റെ അർത്ഥം ടു സ്ട്രെങ്തൻ എന്നാണ്. ആൻ എക്സിക്യൂട്ടീവ് ദാറ്റ് ഈസ് ഓൾറെഡി വെപ്പണിങ് ദ ലീഗൽ ലിമിറ്റ്സ് ഓൺ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ എന്നാണ്. നോക്കൂ, ആൻ എക്സിക്യൂട്ടീവ്, നമ്മളിവിടെ എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഒരു ഗവൺമെന്റിനെ തന്നെയാണ്, ഒരു ഭരണ സംവിധാനത്തെ തന്നെയാണ്. അപ്പം ഏതോ ഒരു ഭരണ സംവിധാനം, വേറെ ഏതോ കുറെ ഉദ്യോഗസ്ഥരും അല്ല കുറെ എന്താണ് പറയാ അങ്ങനെയുള്ള ഓഫീസേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഏതോ ഒരു എക്സിക്യൂട്ടീവിനെ പറ്റിയല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റ് വളരെ കൃത്യമാണ്. ഏത് എക്സിക്യൂട്ടീവ് ആണെന്ന്, ഗവൺമെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതോ ഒരു എക്സിക്യൂട്ടീവ് എന്നല്ല പറയേണ്ടത്, ദ എക്സിക്യൂട്ടീവ് എന്നാണ് പറയേണ്ടത് കേട്ടോ. എന്താണ്? ദ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അപ്പം ഒന്നും കൂടി എറേഴ്സ് ഇതാ ഞാൻ മറ്റൊരു മഷിയിൽ എഴുതാം. ദാ ഇവിടെ എന്ത് വരും? ഇവിടെയും ദാ തന്നെയാണ് കേട്ടോ. ഇവിടെയും എന്ത് വരണം? ദാ വരണം. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഓൾറെഡി വെപ്പണിങ്. ഇവിടെ നോക്കിയേ, വെപ്പണിങ്. INGക്ക് ശേഷം എപ്പോഴാണ്, സോറി, ഈസിന് ശേഷം എന്താണ്? ING ആണ് വരേണ്ടത്, വെർബ് ഫോം ആണ് വരേണ്ടത്. നമുക്കറിയാം വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെപ്പൺ, ആയുധം. ആയുധമാക്കുക എന്ന അർത്ഥത്തില് വെപ്പണിങ് എന്നല്ല, വെപ്പണൈസിങ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വെപ്പണൈസിങ് ആയുധമാക്കും, വെപ്പണിങ് എന്ന വാക്കില്ല. വെപ്പണൈസിങ് ലീഗൽ ലിമിറ്റ്സ് ഓൺ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ. നമുക്കറിയാം ഇവിടെ ഏത് റൈറ്റിനെ കുറിച്ചാണ് സ്പെസിഫിക്കലി പറയുന്നത്? ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ്. അപ്പം ഇന്ന അവകാശം എന്ന് പറയേണ്ടത് കൊണ്ട് ദ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയണം. ഇവിടെ നോക്കിയേ, യെസ്, ഇൻ റെസ്പോൺസ് ടു എ പെറ്റീഷൻ ബൈ എ നോൺ പ്രോഫിറ്റ്, കോമ, ഇവിടെ ഒരു കോമയുടെ കുറവുണ്ട്. യെസ്, ഇപ്പൊ ഒരു പെറ്റീഷൻ അല്ലെ, ഒരു എന്താണ് പറയാ, പൊതു താല്പര്യ പെറ്റീഷന്റെ റെസ്പോൺസിനാണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം പെറ്റീഷൻ കണ്ടോ, പെറ്റീഷൻ ഒരു നൗൺ ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അസൈൽഡ് എന്നല്ല, എന്തുവരും? അസൈലിംഗ് എന്ന് വരും. കാരണം ഇതൊരു എന്താണ്, പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ്. എന്താണ്? പാർട്ടിസിപ്പിയൽ ഫ്രേസ് ആണ്. അപ്പം ഈ ഒരു പാർട്ടിസിപ്പിൾ, അസൈലിംഗ് എന്ന് പറഞ്ഞ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ആ പാർട്ടിസിപ്പിൾ ഉൾപ്പെട്ട ആ ഒരു സെന്റൻസ് ആയതുകൊണ്ടാണ് പാർട്ടിസിപ്പൽ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അസൈലിംഗ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഇത്രയും പാർട്ടിസിപ്പൽ ഫ്രേസ് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? പെറ്റീഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ? എന്തിനെ സൂചിപ്പിക്കുന്ന പെറ്റീഷൻ? അസൈലിംഗ്. ക്രിട്ടിസൈസിങ്. എന്താണ് ക്രിട്ടിസൈസിങ്? ഡെറോഗേറ്ററി. ഡെറോഗേറ്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പറയാ, ഡിസ്റെസ്പെക്ട്ഫുൾ എന്നാണ് കേട്ടോ. ഡിസ്റെസ്പെക്ട്ഫുൾ റിമാർക്സ് ബൈ ഓൺലൈൻ ഫിഗേഴ്സ് അഗെയിൻസ്റ്റ് ഡിസേബിൾഡ് പേഴ്സൺസ്. അപ്പം അംഗപരിമിതിയുള്ള മനുഷ്യരെ കളിയാക്കിക്കൊണ്ടുള്ള ഇൻസൾട്ടിങ് ആയിട്ടുള്ള കമന്റ്സ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പെറ്റീഷനാണ് ആര് സമർപ്പിച്ചത്? നോൺ പ്രോഫിറ്റ് അല്ലെ, ഒരു പൊതു താല്പര്യ ഹർജി വന്നത്. ദ കോർട്ട് ഇഷ്യൂഡ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ്, ഈ നൗൺ എന്താണ്? ഒരു പ്ലൂരൽ നൗൺ ആണ്. പ്ലൂരൽ നൗൺ ആണ് ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇവിടെ ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഇത്രയും ഭാഗത്തെ, ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഇത്രയും ഭാഗത്തെ ഈ പ്ലൂരൽ നൗണിനോട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ റിലേറ്റീവ് ക്ലോസിൽ ഉപയോഗിക്കുന്ന വെർബ് എന്താവണം? പ്ലൂരൽ ആവണം. അപ്പം ഫർദർ എന്ന് മാത്രം മതി, എസ് വേണ്ട. അപ്പൊ അതിന്റെ നിയമം എത്രയേ ഉള്ളൂ, നോക്കിക്കോളൂ. പ്ലൂരൽ നൗൺ പ്ലസ് വിച്ചോ, വിച്ചോ, ഹൂവോ, ദാറ്റോ പോലുള്ള ഏതെങ്കിലും റിലേറ്റീവ് പ്രോനൗൺ പ്ലസ് ഉപയോഗിക്കേണ്ട വെർബ് ഏതാണ്? പ്ലൂരൽ വെർബാണ്. അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത് കേട്ടോ. പ്ലൂരൽ നൗണ് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് ക്ലോസിലെ നൗണും എന്തായിരിക്കണം? പ്ലൂരൽ വെർബ്. ഇനിയിപ്പോ ഇവിടെ സിംഗുലർ നൗൺ ആയിരുന്നെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ വെച്ചാൽ അപ്പുറത്ത് എന്ത് വരും? സിംഗുലർ വരും. ഇപ്പൊ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് അല്ലേ, ഇൻസ്ട്രക്ഷൻ എന്ന് മാത്രമല്ല, ഇൻസ്ട്രക്ഷൻസ് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദാറ്റ് ഫർദർ എന്ന് വരും. പ്രോബ്ലമാറ്റിക് ട്രെൻഡ് ഓഫ് ദ ജുഡീഷ്യറി
എഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജുഡീഷ്യറി മുട്ടയിടുക എന്നല്ല അതിന്റെ അർത്ഥം. എഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ടു എഗ് എന്ന് പറഞ്ഞാൽ ടു കോസ് സംതിങ് ടു ഹാപ്പൻ എന്നാണ്, എന്തെങ്കിലും സംഭവിക്കാൻ കാരണമാവുക. ദ സ്റ്റേറ്റ് ടു എൻക്രോച്ച് ഓൺ ലീഗൽ ഗ്രേ ഏരിയാസ്. ഗ്രേ ഏരിയാസ് മീൻസ് നോട്ട് ക്ലിയർ ഏരിയാസ് എന്നാണ് കേട്ടോ. നോട്ട് ക്ലിയർ അതായത് നിയമത്തില് കുറച്ച് ക്ലിയർ അല്ലാത്ത ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു അധികാരം ഈ സ്റ്റേറ്റിന് കൊടുത്ത് ഒരുപക്ഷെ ഈ നിയമത്തിൽ അവ്യക്തമായിട്ട് തുടരുന്ന മേഖലകളിൽ ആര് കടന്നു കയറും? സ്റ്റേറ്റ് കടന്നു കയറും. കാരണം സ്റ്റേറ്റ് എപ്പോഴും എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവർക്കെതിരെ വരുന്ന എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളൊക്കെ അടിച്ചമർത്താനാണ് സ്വാഭാവികമായിട്ടും എല്ലാ ഭരണ സംവിധാനങ്ങളും ശ്രമിക്കുക അല്ലെ. അപ്പം വിത്തിന്റെ ഇവിടെ ഒരു ഇത് വേണേ, സ്റ്റാറ്റുറ്റോറി റെസ്ട്രിക്ഷൻസ് ദാറ്റ്. കണ്ടോ ഇവിടെ വീണ്ടും റെസ്ട്രിക്ഷൻസ്, പ്ലൂരൽ നൗൺ, ദാറ്റ് റിലേറ്റീവ് പ്രോനൗൺ, അപ്പൊ പ്ലൂരൽ വെർബ് അല്ലേ. അപ്പം അണ്ടർമൈൻ എന്നല്ല, അണ്ടർമൈൻസ് എന്നല്ല, അണ്ടർമൈൻ എന്ന് മാത്രം മതി. കാരണം നമുക്കറിയാം V1 പ്ലസ് എസ് ഓർ ഇ എസ് ആണെന്ത്? സിംഗുലർ വെർബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം എസും എസും വേണ്ട, V1 മാത്രമാണെങ്കിൽ പ്ലൂരൽ ഫോം ആണ്. അപ്പം അണ്ടർമൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ക്രിട്ടിസൈസ് എന്നാണ് കേട്ടോ. ടു കോൺസ്റ്റിറ്റ്യൂഷനലി ഗ്യാരണ്ടീഡ്, സോറി ക്രിട്ടിസൈസ് അല്ല, സപ്രസ് എന്നാണ് കേട്ടോ. സപ്രസ്, അണ്ടർമൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യാന്നാണ്. ടു ഗ്യാരണ്ടീഡ് റൈറ്റ്സ്. അപ്പൊ ഇതിനകത്ത് എത്ര എറേഴ്സ്? ഇപ്പം 1 2 3 4 5 6 എറേഴ്സോളം നമ്മൾ കണ്ടെത്തി അല്ലെ. അപ്പൊ അത് എവിടെയൊക്കെ എന്തൊക്കെ കാരണം കൊണ്ടാണ് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നോട്ട്സ് എഴുതി പോവുക കേട്ടോ, കാണുമ്പോൾ തന്നെ. ഓക്കെ, ഓരോന്ന് എന്തിനൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ മൈ ഡിയർ വൺസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓൾദോ ദ മാനേജർ പ്രോമിസ്ഡ്. ഓൾദോ എന്ന വാക്കിന്റെ അർത്ഥം, ഇതൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഇതിന്റെ അർത്ഥം എന്നിരുന്നാലും എന്നാണ് കേട്ടോ. എന്നിരുന്നാലും ദ മാനേജർ പ്രോമിസ്ഡ് ടു ഇൻക്രീസ് ദ സാലറി. സാലറി ഇൻക്രീസ് ചെയ്യാൻ മാനേജർ തീരുമാനിച്ചെങ്കിലും ആരുടെ? എംപ്ലോയീസിന്റെ സാലറിയാണ് കേട്ടോ. ദേ ഡിഡ് നോട്ട് റിസീവ്ഡ് എനി റേസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ക്വാർട്ടർ. അപ്പൊ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ പോലും അവർക്ക് എന്ത് ലഭിച്ചില്ല? ഈ ഒരു സാലറി ഉയർത്തിയതായിട്ടുള്ള അത്തരം ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ ഒരു ഫ്രേസ് നോക്കിക്കേ, ദേ ഡിഡ് നോട്ട് റിസീവ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ദേ റിസീവ്, അവർ സ്വീകരിച്ചു. ഇനി സ്വീകരിച്ചില്ല എന്നെങ്ങനെ പറയുന്നത്? സ്വീകരിച്ചില്ല. അപ്പൊ നമുക്കറിയാം ഓക്സിലറി പുറത്തെടുത്തിട്ടാണ് നെഗറ്റീവ് ഉണ്ടാക്കുക. അപ്പൊ റിസീവ്ഡ് ഇങ്ങനെ പുറമേ നിൽക്കുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്? ഡിഡ് പ്ലസ് റിസീവ് ആണ് എന്തായി മാറുന്നത്? റിസീവ്ഡ് ആയി മാറുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ ഓക്സിലറിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോ അതെങ്ങനെയായിരിക്കണം? ദേ ഡിഡ് നോട്ട് റിസീവ് എന്നായിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിയേ, ഡിഡ് നോട്ട് ഉണ്ട്, നെഗറ്റീവ് പറയാം. പക്ഷെ എന്താണ്? റിസീവ്ഡ് എന്ന് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വേണ്ട? ഡി വേണ്ട, ഡി വേണ്ട. ദേ ഡിഡ് നോട്ട് റിസീവ് എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം. കാരണം നമ്മൾ ഡിഡിനെ ഓൾറെഡി പുറത്തെടുത്തല്ലോ, പിന്നെ ഈ റിസീവ്ഡിന് എക്സിസ്റ്റൻസ് ഇല്ല, പിന്നെ ആര് മാത്രമേ ഉള്ളൂ? റിസീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതവിടെ എങ്ങനെ എഴുതി വെച്ചാൽ? ഇപ്പൊ നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ചോദ്യമാക്കാനോ നെഗറ്റീവ് ആക്കാനോ ഈ ഡു, ഡസ്, ഡിഡ് ഇവന്മാരെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരെ ശേഷിക്കുന്നുള്ളൂ? V1 ശേഷിക്കുന്നുള്ളൂ. ഓക്കെ, ഡു ആയിക്കോട്ടെ, ഡസ് ആയിക്കോട്ടെ, ഡിഡ് ആയിക്കോട്ടെ, പുറത്തെടുത്ത് കഴിഞ്ഞാൽ there is only V1 left. ഓക്കെ, യെസ്. അടുത്തത്, each of the participants were required to submit a detailed report. ഡീറ്റെയിൽഡ് അഡ്ജക്റ്റീവ് ആണ്. ഏത് നൗണിനെ വിശേഷിപ്പിക്കുന്നു? റിപ്പോർട്ട് എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഓൺ ദ പ്രോജക്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ് പാറ്റേൺസ്. അപ്പൊ ക്ലൈമറ്റ് പാറ്റേൺസിലെ പ്രധാനപ്പെട്ട, സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് എന്നാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ചേഞ്ചസ് പ്ലൂരൽ ആണ് അല്ലെ, പ്ലൂരൽ ആണ്. അപ്പൊ കണ്ടോ, പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ അത് ഒബ്സർവ് ചെയ്യപ്പെട്ടു എന്നാണ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പം ഹാവ് പ്ലൂരൽ വെർബ് യൂസ് ചെയ്തിരിക്കുന്നു. ഗുഡ്, അടിപൊളി. ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ് അഫക്റ്റിംഗ് ഈവൻ ദ മോസ്റ്റ് റെസീലിയന്റ്. റെസീലിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ട്രോങ്, മോസ്റ്റ് സ്ട്രോങ് എക്കോസിസ്റ്റംസ്. നോക്കിയേ, എല്ലാവരും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്ന്. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു എന്നല്ല, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. പാർട്ടിസിപ്പൻസിൽ ഓരോരുത്തരും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രൈസ് നിങ്ങൾ അവിടെ കണ്ടില്ലേ?
ഈച്ച് ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈച്ച് ഓഫ് ദ ഇല്ല, പാർട്ടിസിപ്പൻസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ വേറെ കൊടുക്കായിരുന്നു. പക്ഷെ ഇതിവിടെ ഈച്ച് ഓഫ് ദ ചേരുന്നത് കൊണ്ട് ഇവിടെ വേറെല്ലാം എന്ത് വരുവടാ, വാസ് വരും. ഓക്കെ, കാരണം നമുക്കറിയാം ഈച്ച് ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ എന്താണ്, എപ്പോഴും സിംഗുലർ വെർബാണ്. നമ്മുടെ നിയമം എത്രയേ ഉള്ളൂ. അപ്പം കണ്ണും പൂട്ടി ഇങ്ങനെ ചിന്തിച്ചോളൂ, ഈച്ച് ഓഫിലാണോ തുടങ്ങുന്നത് വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. വെരി സിമ്പിൾ ടു റിമെമ്പർ കേട്ടോ. ഈച്ച് ഓഫ് നോക്കുക ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ, യെസ്. അടുത്തത് ഓക്കെ. ഈച്ച് ഓഫിന്റെ അർത്ഥം എന്താണ്? ഈച്ച് ഓഫ് സമം എവറി സിംഗിൾ പേഴ്സൺ കേട്ടോ. എവറി സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഐറ്റം, വൺ അറ്റ് എ ടൈം. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ നേരവും ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ, സിംഗിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, യെസ്. If you would have told me about your problem, ഒരുപക്ഷെ നീ എന്നോട് നിന്റെ പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ I could have helped you, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ഇതിന് റിസോൾവ് ഇറ്റ്, റിസോൾവ് എന്ന് പറഞ്ഞാൽ സോൾവ് തന്നെയാണ് കേട്ടോ, സോൾവ് തന്നെയാണ് അർത്ഥം, സോൾവ് ചെയ്യാൻ. മച്ച് ഫാസ്റ്റർ. ഓക്കെ, യെസ്. അപ്പൊ നിന്നെ അത് എന്താണ്, സോൾവ് ആക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ വേഗത്തിൽ തന്നെ സോൾവ് ആക്കാൻ നിന്നെ എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ ഇവിടെ നോക്കിയേ, കുഡ് ഹാവ് പ്ലസ് V3. കുഡ് ഹാവ് പ്ലസ് V3 എന്തിനാ യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ പാസ്റ്റ് പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാസ്റ്റ് പോസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ, I could have won the match. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മാച്ച് ജയിക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ പണ്ട് എപ്പോഴെങ്കിലും കഴിയുമായിരുന്നേക്കാവുന്ന ഒരു പാസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ പാസ്റ്റ് പോസിബിലിറ്റി കാണിക്കാനാണ് കുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പം ഇത് എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു പാസ്റ്റ് അൺറിയൽ സിറ്റുവേഷൻ ആണ് അല്ലെ. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഭൂതകാലത്തിലെ ഒരു കാര്യവും അതിന്റെ റിസൾട്ടുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നടന്നിട്ടില്ല, അവൻ എന്നോട് പറഞ്ഞിട്ടുമില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റിയിട്ടുമില്ല. നത്തിങ് ഹാപ്പൻഡ്, ഇറ്റ് ജസ്റ്റ് ഇൻ മൈ ഇമാജിനേഷൻ കേട്ടോ, ഞാൻ ആലോചിക്കുന്നതാണ്. അപ്പൊ ഇതൊരു പാസ്റ്റ് അൺറിയൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈഫ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് പാസ്റ്റ് അൺറിയൽ സിറ്റുവേഷനെ കാണിക്കാൻ. അപ്പൊ ഇവിടെ ഒരിക്കലും ഈഫിന് ശേഷം വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യില്ല. അവിടെ എന്ത് വരും? ഇഫ് യു ഹാഡ് ടോൾഡ് എന്നാണ് വരിക കേട്ടോ. ഇഫ് യു ഹാഡ് ടോൾഡ് കണ്ടോ, ഇവിടെ യു ആണല്ലോ സബ്ജക്ട്, ഹാഡ് വന്നു, പിന്നെ ടെല്ലിന്റെ പാസ്റ്റ് V3 ടോൾഡ് തന്നെയാണ്. ടെല്ല് ടോൾഡ് എന്നാണല്ലോ. അപ്പൊ എന്തുവരും? ഇഫ് യു ഹാഡ് ടോൾഡ് മീ അബൌട്ട് യുവർ പ്രോബ്ലം ഏർലിയർ, നീ നേരത്തെ നിന്റെ പ്രോബ്ലമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇപ്പൊ കറക്റ്റ് ആയി, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ഒരിക്കലും ഇഫിന് ശേഷം വുഡ് ഹാവ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കരുത്. നിങ്ങൾ വേണ്ട റിസൾട്ട് പറയുമ്പോൾ വുഡ് ഹാവ് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, യെസ്, ശ്രദ്ധിക്കുമല്ലോ. യെസ്, അടുത്തത് നോ സൂണർ ഹാഡ് ദ യൂറോപ്യൻ യൂണിയൻ. കണ്ടോ, ഇവിടെ കണ്ടോ, ദ യൂറോപ്യൻ യൂണിയൻ. നമുക്കറിയാം EU എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ യുണീക്ക് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദാ യൂസ് ചെയ്തിരിക്കുന്നു. കൺക്ലൂഡഡ് എ ലോങ് നെഗോഷിയേറ്റഡ്. കണ്ടോ, ലോങ് നെഗോഷിയേറ്റഡ്. ഇതിനെ നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്നാണ് വിളിക്കുക കേട്ടോ. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്, അതായത് രണ്ട് അഡ്ജക്റ്റീവ്സിനെ ഇങ്ങനെ ഹൈഫൺ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോഴാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇൻവെസ്റ്റ്മെന്റ്, നൗൺ അഡ്ജങ്ക്ട് എന്ന് പറയും. നൗൺ അഡ്ജങ്ക്ട്, അതായത് ഒരു നൗണ് തന്നെ മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് പേര് വിളിക്കും? നൗൺ അഡ്ജങ്ക്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ആണ് യഥാർത്ഥത്തിലുള്ള നൗണ്. അതിനെ വിശേഷിപ്പിക്കാനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ മറ്റൊരു നൗണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ പേര്? ഗ്രാമറിൽ എന്താ പേര്? നൗൺ അഡ്ജങ്ക്ട് എന്നാണ് കേട്ടോ. യെസ്, വിത്ത് ചൈന late last year than concerns about its implications
സ്റ്റാർട്ടഡ് എമേർജിങ്. ഇംപ്ലിക്കേഷൻസ് മീൻസ് റിസൾട്ട്സ് എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ എഫക്ട്സ്. ഓക്കെ, ഇംപ്ലിക്കേഷൻസ്. ഇവിടെ നോക്കിയേ, നോ സൂണർ. ഇവിടെ എന്തുണ്ട്? നോ സൂണർ ദാൻ ഉണ്ട്. അപ്പം ഇതൊരു കൊറലേറ്റീവ് പെയർ ആണ് കേട്ടോ. നോ സൂണർ ദാൻ എന്തിനാ? നോ സൂണർ ദാൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ടു ഷോ എ സഡൻ ആക്ഷൻ ഓർ എൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആഫ്റ്റർ അനദർ. ഒരു കാര്യം സംഭവിച്ച ഉടനെ, പെട്ടെന്ന്, അടുത്ത് തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കുമ്പോഴാണ് നോ സൂണർ ദാൻ എന്നൊരു കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നടന്ന കാര്യത്തെ തലതിരിച്ച് ഓക്സിലറി സബ്ജക്റ്റിന് മുന്നേ വരത്തക്ക രീതിയിൽ ഇങ്ങനെ പറയണം. അപ്പം ചൈനയുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് കൺക്ലൂഡ് ചെയ്തതോടെ അതിന്റെ എന്താണ് റിസൾട്ട്സിനെ പറ്റിയിട്ടുള്ള ചർച്ചകള്, അല്ലെ കൺസേൺസ് മീൻസ് വറീസ് എന്നാണ്, അതിനെ പറ്റിയിട്ടുള്ള ആശങ്കകള് വരാൻ തുടങ്ങി. എമോജ് എന്ന് പറഞ്ഞാൽ ടു കം ഔട്ട് എന്നാണ് കേട്ടോ. ടു കം ഔട്ട്, പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് നോ എറർ ആണ്. ഇതിൽ ഒരിടത്തും പ്രശ്നമില്ല, നോ എറർ ആണ്. ഇപ്പൊ നോ സൂണർ ദാൻ ഉപയോഗിച്ചിരിക്കുന്ന കറക്റ്റ് ആണ്. അഡ്ജക്റ്റീവും അതുപോലെ നൗണും ഒക്കെ കറക്റ്റ് ആണ്. മറ്റു കാര്യങ്ങൾ ഇറ്റ്സ് കണ്ട പൊസസീവ് ഫോം ഒക്കെ കറക്റ്റ് ആണ്. ഇംപ്ലിക്കേഷൻസ് അപ്പൊ നോ എറർ ആണ് കേട്ടോ. യെസ്, അതിനകത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കൂ, എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സക്സസ് ഓഫ് ദ ക്യാമ്പയിൻ. അപ്പൊ ക്യാമ്പയിന്റെ വിജയത്തിന് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സച്ച് ആസ് സ്ട്രോങ് ലീഡർഷിപ്പ്, എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് കെയർഫുൾ പ്ലാനിങ്. ഓക്കെ, കോൺട്രിബ്യൂട്ട് ടു. ഇപ്പൊ കോൺട്രിബ്യൂട്ട് എന്ന വെർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും ടു ആണ് യൂസ് ചെയ്യുക കേട്ടോ. കോൺട്രിബ്യൂട്ട് ടു എന്നാണ് പറയാ. സക്സസ് ഓഫ് ദ ക്യാമ്പയിൻ. നോക്കൂ, സബ്ജക്ട് എന്താ? സബ്ജക്ട് നോക്കിക്കേ, എ നമ്പർ ഓഫ്. അപ്പം എ നമ്പർ ഓഫ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പം എ നമ്പർ ഓഫിൽ തുടങ്ങുന്നത് എന്തായിരിക്കും? പ്ലൂരൽ സബ്ജക്റ്റ് ആയിരിക്കും. പ്ലൂരൽ സബ്ജക്റ്റിന് പ്ലൂരൽ വെർബ്. അപ്പൊ ഇവിടെ ഒന്നും പ്രശ്നമില്ല. നമ്മൾ എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങൾ വരും തെറ്റാണോ ശരിയാണോ നോക്കുന്നതിന്റെ ആദ്യത്തെ പടി എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആണോ നോക്കുക എന്നുള്ളതാണ്. ഇനി സച്ച് ആസ് സ്ട്രോങ് ലീഡർഷിപ്പ്, എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് കെയർഫുൾ പ്ലാനിങ്. അപ്പൊ എല്ലാ നൗൺ ഫ്രേസസിനെയാണ് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസും ശരിയായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ഫോമും സ്ട്രക്ചറുമാണ്. സോ നമുക്ക് എന്ത് കുത്താം? നോ എറർ കുത്താം. ഹാപ്പി, രണ്ട് ചോദ്യങ്ങൾ അടുപ്പിച്ച് നോ എറർ വന്നിരിക്കുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഉണ്ടല്ലേ. യെസ്, ഓക്കെ. ഡെസ്പൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. ഡെസ്പൈറ്റ് എന്ന് പറയുന്നത് നോട്ട് അഫക്റ്റഡ് ബൈ എന്നാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് വിപരീതമായിട്ട് മറ്റൊന്ന് സംഭവിച്ചു, അല്ലെ പ്രതികൂലമായിട്ട് മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കാനാണ് ഡെസ്പൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു റൂളും കൂടി പഠിച്ചോളൂ. ഡോണ്ട് യൂസ് ഓഫ് ആഫ്റ്റർ ഡെസ്പൈറ്റ്. അങ്ങനെ നിങ്ങൾ നോട്ട് അഫക്റ്റഡ് ബൈ എന്ന അർത്ഥത്തിൽ ഡെസ്പൈറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും ഓഫ് ഉപയോഗിക്കരുത്. ചിലരെങ്കിലും ഈ ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാലേ അവർക്കൊരു സുഖം തോന്നത്തുള്ളൂ. അത് തെറ്റാണ് കേട്ടോ. ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെസ്പൈറ്റ് ഇസ് ഇനഫ്. ഓക്കെ, റിപ്പീറ്റഡ് വാർണിംഗ്സ്. ദ അതോറിറ്റീസ്. കിട്ടി. ദ അതോറിറ്റീസ്. കണ്ടോ, അതോറിറ്റീസ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. മെമ്പേഴ്സ് എന്ന് ചിന്തിക്കുക. അതോറിറ്റീസ് പ്ലൂരൽ. അതോറിറ്റീസ് പ്ലൂരൽ ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂരൽ ആവണ്ടേ. അപ്പം ഹാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എസ് ചേർന്നതാണെന്ത്? സിംഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. സിംഗുലർ വേർബ്സിന്റെ കൂടെ എപ്പോഴും എസ് ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, ഈസ്, വാസ്, ഹാസ്, അല്ലെ? ഇതിന്റെ ഒക്കെ കൂടെ ഒരു എസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? ഹാവ് എന്ന് വരും കേട്ടോ. ഹാവ് നോട്ട് ടേക്കൻ സഫിഷ്യന്റ് മെഷേഴ്സ് ടു കർബ്. കർബ് ചെയ്യാന്ന് പറഞ്ഞാല് ടു കൺട്രോൾ എന്നാണ്. ടു കൺട്രോൾ റൈസിംഗ് പൊല്യൂഷൻ ലെവൽസ് ഇൻ ദ മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഓക്കെ, അപ്പം ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള മെഷേഴ്സും എന്തിനു വേണ്ടിയിട്ട്? ഈ വർദ്ധിച്ചു വരുന്ന എന്താണ് പറയാ, മാലിന്യം, അല്ലെ? മാലിന്യം മീൻസ് പൊല്യൂഷൻ. വർദ്ധിച്ചു വരുന്ന പൊല്യൂഷൻ കർബ് ചെയ്യാൻ പാകത്തിന് ഒരു മെഷേഴ്സും അതോറിറ്റീസ് ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതോറിറ്റീസ് ഹാവ് നോട്ട് ടേക്കൻ. അപ്പൊ അതോറിറ്റീസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ഹാസിനെ മാറ്റി എന്ത് വെച്ചത്? ഹാവ് വെച്ചത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പക്കയായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
യെസ്. 3 decades after its economy was liberalized. ചെറിയൊരു തെറ്റുണ്ട്. ലിബറലൈസ്ഡ് എന്നുള്ളത് ഇവിടെ എസ് അല്ല, സോറി സെഡ് അല്ല, എസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സെഡ് പറയും എവിടെയാന്ന് വെച്ചാൽ അമേരിക്കൻ ഇംഗ്ലീഷ്. വി ഡോണ്ട് ഫോളോ ദാറ്റ് ഇംഗ്ലീഷ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സെഡ് വരുന്നോടത്ത്, പ്രത്യേകിച്ച് ഓർഗനൈസ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു സംശയമാണ്, ഇത് സെഡ് ആണോ എസ് ആണോ? അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തരാം. സെഡ് വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ്, എസ് വരുന്നത് അവർ ഓൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. കേട്ടോ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് ആണ്. ഓക്കെ. കോംപ്ലക്സ് ആൻഡ് ചാലഞ്ചിങ് പ്ലേസ് ടു ഡു ബിസിനസ്. അപ്പം ഈ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ലിബറലൈസ്ഡ് ആയിട്ട് കൂടി, അല്ല ലിബറലൈസ്ഡ് ആയിട്ട് 3 ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് കൂടിയും ഇപ്പോഴും ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ സെന്റൻസ് പറയുന്നത്. 3 decades ആഫ്റ്റർ. നിങ്ങൾ നോക്കിയേ, ഇറ്റ്സ് ഇവിടെ ഒരു പൊസിഷൻ കാണിക്കാനാണ്, അല്ലെ, ഉടമസ്ഥത കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇറ്റ്സ്. അങ്ങനെ ഉടമസ്ഥത കാണിക്കാൻ നിങ്ങൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരുത്താൻ തയ്യാറായിക്കോളൂ. ഈ അപ്പോസ്ട്രോഫി വേണ്ട. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്നെങ്കിൽ ഇറ്റ് ഈസിന്റെയോ ഇറ്റ് ഹാസിന്റെയോ ചുരുക്കരൂപമാണെന്ത് ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇട്ട് എഴുതുന്നത്. അതിന്റെ എന്ന് കാണിക്കുമ്പോ, അതിന്റെ ഇതിന്റെ എന്നൊക്കെ കാണിക്കുമ്പോ ഏതാണ് യൂസ് ചെയ്യാ? ഇതാണ്, ഇറ്റ്സ്. അപ്പോസ്ട്രോഫി വേണോ? വേണ്ട. അവിടെ അപ്പോസ്ട്രോഫി വേണ്ട കേട്ടോ. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇട്ടാൽ ഒന്നെങ്കിൽ ഇറ്റ് ഈസിന്റെ വ്യത്യാസന്റെയോ ചുരുക്ക രൂപമാണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ശരിയാവില്ല. അപ്പൊ എന്തുവരും? ജസ്റ്റ് അപ്പോസ്ട്രോഫി ഇല്ലാത്ത ഇറ്റ്സ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സംഗതി ശരിയാവും. ഓക്കെ. അപ്പൊ അത് ചെറിയൊരു തെറ്റാണ്. പെട്ടെന്ന് നമ്മളത് വായിച്ചു പോകുമ്പോൾ ആഫ്റ്റർ ഇറ്റ്സ് എക്കോണമി തന്നെ വായിച്ചു പോകുന്നതുകൊണ്ട് അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നില്ല. ബട്ട് ആക്ച്വലി അതൊരു വലിയ തെറ്റാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അർത്ഥം ആകെ ഉൾട്ടയടിച്ചു പോയി, മാറിപ്പോയി. ഓക്കെ, ശ്രദ്ധിക്കുക. If the interest rates will increase, the demand for loans might decrease, affecting the overall profitability of the bank. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്താൽ എന്തുണ്ടാവും? ലോൺ എടുക്കാനുള്ള ഒരു ഡിമാൻഡ് കുറയും എന്നാണ് പറയുന്നത്. അത് ബാങ്കിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? യെസ്. നോക്കിയേ, ദ ഡിമാൻഡ് ഫോർ ലോൺസ് മൈറ്റ് ഡിക്രീസ്, കുറഞ്ഞേക്കാം, ഒരു പോസിബിലിറ്റിയാണ്. എപ്പോഴത്തെ പോസിബിലിറ്റിയാ? ഇപ്പോഴത്തെ പോസിബിലിറ്റി ആണോ? ഇന്നലത്തെ പോസിബിലിറ്റി ആണോ? അല്ല, നാളത്തെ, ഭാവിയിലെ പോസിബിലിറ്റിയാണ്, അല്ലെ? ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. ഇപ്പൊ ഫ്യൂച്ചർ പോസിബിലിറ്റി കാണിക്കുമ്പോ ഇവിടെ ഈഫിന് ശേഷം സബ്ജക്റ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. അപ്പം വില്ലല്ല, വില്ല് വേണ്ട, സബ്ജക്റ്റ് ഇതാണെങ്കിൽ ഇൻക്രീസ് V1. ഓക്കെ. അപ്പൊ അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റി കാണിക്കാൻ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 കോമ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് V1. ഓക്കെ. ഒരിക്കലും നിങ്ങൾ എന്താണ് ഈഫിന്റെ കൂടെ വില്ല് ഉപയോഗിക്കുന്നത്? ഈഫിൽ തുടങ്ങുന്ന ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ വില്ല് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് സിമ്പിൾ പ്രസന്റ് പറഞ്ഞാൽ മതി. ഈഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് പറയാം. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആണെന്ത് ഫ്യൂച്ചറിൽ പറയാൻ സാധിക്കുന്നത്. റിസൾട്ട് പറയേണ്ടടുത്ത് നിങ്ങൾ തൊട്ടപ്പുറത്തെ ക്ലോസിൽ നിങ്ങൾ വില്ല് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഫ്യൂച്ചർ പോസിബിലിറ്റി പറയുമ്പോൾ ഈഫിന്റെ കൂടെ സിമ്പിൾ പ്രസന്റ്, അതായത് സബ്ജക്ട് പ്ലസ് V1 മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആരെ പ്രതിഷ്ഠിക്കാൻ പാടില്ല, ആരെ പ്ലേസ് ചെയ്യാൻ പാടില്ല, വില്ലിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. അത് ഇൻകറക്റ്റ് ആയി മാറും കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ. ദ ഓഡിറ്റ് റിപ്പോർട്ട് റിവീൽഡ്, റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നാണ്, പുറത്ത് കാണിക്കുക. സെവറൽ ഡിസ്ക്രപ്പൻസീസ്, ഡിഫറൻസസ് എന്നാണ് കേട്ടോ, ഡിഫറൻസസ്. അപ്പൊ ഈ വാക്കിന്റെ ഡിസ്ക്രപ്പൻസീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡിഫറൻസസ്. ഈ ഡിഫറൻസസ്, ഡിസ്ക്രപ്പൻസീസ് എന്ന് പറയുന്നത് പ്ലൂരൽ നൗൺ ആണ്. പ്ലൂരൽ നൗൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലൂരൽ നൗൺ പ്ലസ് എന്താ
റിലേറ്റീവ് പ്രോനൗൺ ആണ് അല്ലെ. നമ്മുടെ ഈ ദാറ്റ്, വിച്ച്, ഹൂ, ഹൂം, ഇവന്മാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് പ്രോനൗൺസ്. ഓക്കെ, യെസ്. വിച്ച് ഹാസ് അല്ല, ഇപ്പം പ്ലൂരൽ നൗൺ പ്ലസ് റിലേറ്റീവ് പ്രോനൗൺ, അതിലെ റിലേറ്റീവ് ക്ലോസിലെ വെർബ് എന്തായിരിക്കണം? നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസിനെ ഈ വിച്ച് ഉപയോഗിച്ചിട്ട് ചേർത്ത് വെക്കുന്നതേ ഇദ്ദേഹത്തോടാണ്. അപ്പൊ നമുക്കറിയാം, അതിഥി ആതിഥേയന്റെ വീട്ടിൽ പോകുമ്പോൾ ആരാണ്? ആതിഥേയന്റെ മര്യാദയ്ക്ക് അനുസരിച്ച് നിൽക്കണം അല്ലെ. അപ്പം ഇദ്ദേഹമല്ലേ ക്ഷണിച്ചു വരുത്തുന്നത്, അപ്പൊ ഇദ്ദേഹത്തിന്റെ മര്യാദയ്ക്ക് അനുസരിച്ചല്ലേ ഇവര് നിൽക്കേണ്ടത്. ഇപ്പൊ ഇദ്ദേഹം പ്ലൂരൽ ആണെങ്കിൽ ഈ ചേർത്ത് വെക്കുന്ന ആൾക്കാരും എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. ഹാസ് അല്ല, എന്ത് വരും? ഹാവ് വരും. ഹാവ് ടു ബി അഡ്രസ്ഡ് പ്രോംപ്റ്റ്ലി. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അർത്ഥമാണ് കേട്ടോ. എഫക്റ്റീവ്ലി ഒക്കെയാണ്. ബൈ ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ടു എൻഷുർ കംപ്ലയൻസ്. കംപ്ലയൻസ് മീൻസ് എഗ്രിമെന്റ്. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ്ലി എന്നാണ്, പെട്ടെന്ന്, സ്വിഫ്റ്റ്ലി, എഫക്റ്റീവ് ആയി കേട്ടോ. എഗ്രിമെന്റ്, കംപ്ലയൻസ്. ഓക്കെ, അപ്പൊ ആ ഡിസ്ക്രിപ്പൻസീസ് എന്താണ്? പ്രോംപ്റ്റ്ലി അഡ്രസ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്.